വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് പടവലം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ഒഴിച്ചുകറിയുടെ റെസിപ്പി പരിചയപ്പെടാം. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സബോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട്, കോൽപ്പുളി. ഇനി നമുക്കിതെല്ലാം ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പടവലങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പടവലങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഒരു കപ്പിലൊക്കെ അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം പടവലങ്ങ ഉണ്ട്. പടവലങ്ങ ഇനി കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കപ്പിന് പകരം ഒരു 1.5 കപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് അത്യാവശ്യം മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് മൂടിയും കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി കുറച്ച് തിക്കായിട്ട് ഈ പടവലങ്ങയും തക്കാളി സബോളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ കറി നന്നായിട്ടൊന്ന് തിളച്ച് അതൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഈ പാനിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്നും ഒഴിച്ചെടുക്കണ്ട, ജസ്റ്റ് ഈ രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ ഇത് റോസ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ഉരലിലങ്ങാനിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ പീസൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരല്പം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ നാളികേരം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി അടച്ചുമൂടി വെച്ചിട്ട് കുറേ സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ഉണക്കച്ചെമ്മീൻ്റെ ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നാളികേരത്തിൻ്റെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്തും കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നാളികേരം ഒഴിക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നാളികേരം ഒഴിച്ചതിന് ശേഷം പിന്നെ കറി അധികം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം തിളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കറി നാളികേരം പിരിഞ്ഞ കൂട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നാളികേരം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു തള വരുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഈ കറി തയ്യാറാക്കിയിരിക്കുമ്പോൾ കറി അധികം ലൂസും ആവരുത്, എന്നാൽ അധികം തിക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അധികം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചൂടൊന്ന് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 3 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്